ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അലക്സ് ഇ അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ ഗേറ്റ് 2021 റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് കൂട്ടുകാർ ഗേറ്റ് എക്സാമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വയറീസ് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ആദ്യമായിട്ട് ഗേറ്റ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗേറ്റ് എക്സാമിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ്, ഗേറ്റ് എക്സാമിന്റെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, പിന്നെ അതിന്റെ സിലബസ്, എക്സാം ഡീറ്റെയിൽസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ഗേറ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്യാം എന്നത് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ gate.iitb.ac.in എന്ന് സെർച്ച് ചെയ്യുക. gate.iitb.ac.in. ആദ്യം കാണുന്ന ലിങ്ക് ഗേറ്റ് 2021 കാൻഡിഡേറ്റ് ലോഗിൻ IIT ബോംബെ. ഈ വർഷത്തെ ഗേറ്റ് എക്സാം, അതായത് 2021 ഗേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് IIT ബോംബെയാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയാണ്. ഓരോ വർഷവും അത് ഓരോ IITs അല്ലെങ്കിൽ IISc ബാംഗ്ലൂർ, 7 IIT ഉണ്ട്, അല്ലെങ്കിൽ IISc ബാംഗ്ലൂർ, ഇതിലേതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും ഗേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതും ഗേറ്റ് എക്സാമിൻ്റെ കണ്ടക്ഷൻ കാര്യങ്ങളെല്ലാം അവരായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഈ വർഷത്ത് IIT ബോംബെ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2021 ഗേറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ് സിസ്റ്റം, ഗോപ്സ് എന്നാണ് അതിനെ പറയുന്നത്, അതിലേക്ക് വരും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ആദ്യമേ ഇൻഫർമേഷൻ ബ്രോഷർ, ഡോക്യുമെന്റ്സ് ഫോർ ആപ്ലിക്കേഷൻ, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, എലിജിബിലിറ്റി, FAQs, ഇമ്പോർട്ടൻറ്റ് നോട്ടീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഡയറക്റ്റ് രജിസ്ട്രേഷനിലേക്ക് പോകാതെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കിപ്പോൾ. അപ്പോൾ ആദ്യം ഡോക്യുമെന്റ്സ് ഫോർ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിലാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിങ്കാണ് ഓപ്പൺ ആകുന്നത്. ഗേറ്റ് 2021 ഡാറ്റ റിക്വയർമെൻറ്റ് ഫോർ ഫില്ലിംഗ് ദ ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാം. ഒന്നാമത്തത് പേഴ്സണൽ ഇൻഫർമേഷൻ, അതായത് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പേഴ്സണൽ മൊബൈൽ നമ്പർ, പാരൻസ് നെയിം, പാരൻസ് മൊബൈൽ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് അതിനകത്ത് എൻ്റർ ചെയ്യേണ്ടി വരും. നമ്മൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടി വരും. പ്ലീസ് നോട്ട് ദാറ്റ് ദ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം മസ്റ്റ് എക്സാക്ട്ലി ബി ദ സെയിം ആസ് ദാറ്റ് ഇൻ ദ വാലിഡ് ഫോട്ടോ ID which the candidate must produce in original while appearing GATE 2021 examination at the center. GATE 2021 scorecard will be issued as per the name entered in the application form. പ്രിഫിക്സ്, അതായത് മിസ്റ്റർ, ശ്രീ, ഡോക്ടർ, മിസ്സിസ്, ഈ വക പ്രിഫിക്സ് ഒന്നും നിങ്ങളുടെ നെയിമിൽ യൂസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പേര് നിങ്ങൾ യൂസ് ചെയ്യുന്ന ID പ്രൂഫ്, ഏത് ID പ്രൂഫാണോ നിങ്ങൾ ഇതിൽ വെക്കുന്നത് അതേ ID പ്രൂഫിലുള്ള നിങ്ങളുടെ പേര് തന്നെ ആയിരിക്കണം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. എൻ്റർ ചെയ്യുമ്പോൾ മിസ്റ്റർ, മിസ്സിസ്, ഡോക്ടർ അങ്ങനെ ഒരു പ്രിഫിക്സ് നിങ്ങൾ അതിനകത്ത് കൊടുക്കരുത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയാനുള്ളത്. സെക്കൻഡ്, നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡിംഗ് പിൻകോഡ്. മൂന്നാമത്തത് എലിജിബിലിറ്റി ഡിഗ്രി ഡീറ്റെയിൽസ്. ഇപ്പോൾ നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. നിങ്ങളിപ്പോൾ ഏത് ഡിഗ്രി ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞത് ആ എലിജിബിലിറ്റി ഡിഗ്രി ഡീറ്റെയിൽസ് അതിനകത്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ BTech ആണ്, നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ BTech ആണ്, ഏത് കോളേജിലാണ്, എത്ര CGPA ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടി വരും. നാലാമത്തത് കോളേജ് നെയിം ആൻഡ് അഡ്രസ് വിത്ത് പിൻകോഡ്, അതായത് നിങ്ങൾ ഡിഗ്രി പാസ്സായ കോളേജ്, അതിൻ്റെ പേരും പിൻകോഡ് വെച്ചിട്ടുള്ള അഡ്രസ്സ്. അടുത്തത് അഞ്ചാമത്തത് ഗേറ്റ് പേർപ്പസ് അല്ലെങ്കിൽ സബ്ജക്റ്റ്, അതായത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങളുടെ സ്ട്രീമെങ്കിൽ അതിൻ്റെ അകത്ത് ഏതാണ്, സിവിൽ എഞ്ചിനീയറിംഗ് ആണോ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണോ, കമ്പ്യൂട്ടർ സയൻസ് ആണോ, അങ്ങനെ ആ ഒരു ഗേറ്റ് പേപ്പർ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അതാണ് അഞ്ചാമത്തെ പോയിന്റിൽ വരുന്നത്. സിക്സ്ത് വൺ, 4 ചോയ്സസ് ഓഫ് ഗേറ്റ് എക്സാമിനേഷൻ സിറ്റീസ്, അതായത് നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. സിറ്റീസ്, നിങ്ങൾ ഏത് സിറ്റിയിലാണ് എക്സാം എഴുതുന്നതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. അത് ഇപ്പോൾ ഫസ്റ്റ് കോളം ഉണ്ടാവും. ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സിറ്റി തന്നെ കൊടുക്കാം. ഓരോന്ന് അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം അപ്ലൈ ചെയ്യുന്നവർക്ക് അതാത് സിറ്റീസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ അവസാനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കൂടിയ സെക്കൻഡ് ചോയ്സോ തേർഡ് ചോയ്സോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ട്രിവാൻഡ്രം, കേരളത്തിൽ ട്രിവാൻഡ്രത്തുള്ളവരാണ് അപ്ലൈ ചെയ്യുന്നത്, അവരുടെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും ട്രിവാൻഡ്രം തന്നെയായിരിക്കും. സെക്കൻഡ് ചോയ്സ് കുറച്ചുകൂടി അടുത്ത് കിടക്കുന്ന ചിലപ്പോൾ തമിഴ്നാട്ടിലുള്ള ചെന്നൈ ആയിരിക്കും, അല്ലെങ്കിൽ കോയമ്പത്തൂർ ആയിരിക്കും. അങ്ങനെ മാറും. തേർഡ് ചോയ്സ്, ഫോർത്ത് ചോയ്സ്. അപ്പോൾ ആദ്യം അപ്ലൈ ചെയ്യുന്നവർക്ക് ഉള്ള ക്രൈറ്റീരിയ ഫസ്റ്റ് കം ഫസ്റ്റ് സർവീസ് ബേസിസിലായിരിക്കും ഈ ഓപ്ഷൻസ് പോകുന്നത്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക. 7th പോയിന്റ് വരുന്നത് ഹൈ ക്വാളിറ്റി ഇമേജ് ഓഫ് കാൻഡിഡേറ്റ് ഫോട്ടോഗ്രാഫ് കൺഫോമിംഗ് ടു ദ റിക്വയർമെന്റ്സ് സ്പെസിഫൈഡ്, അതായത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ചോദിക്കുന്നത്. അതിൻ്റെ സൈസ് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ തന്നെ നോട്ട് ചെയ്യേണ്ടത് എത്ര പിക്സൽ അല്ലെങ്കിൽ എത്ര സൈസ് റേഞ്ചിലാണ് നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്, അതേ സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്യും. എട്ടാമത്തത് ഗുഡ് ക്വാളിറ്റി ഇമേജ് ഓഫ് കാൻഡിഡേറ്റ് സിഗ്നേച്ചർ, നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് അത് സ്കാൻ ചെയ്ത് ആ ഒരു ഇമേജ് ആണ് ഇവിടെ പറയുന്നത്, അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ സൈസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സ്പെസിഫൈഡ് ആണ്. 9th വൺ, സ്കാൻഡ് കോപ്പി ഓഫ് കാറ്റഗറി സർട്ടിഫിക്കറ്റ്. നിങ്ങളിപ്പോൾ SC ST കാറ്റഗറിയിലാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ OBC നോൺ ക്രീമിയർ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ ആ ഇതും നിങ്ങൾക്ക് ഇതിനകത്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടില്ലാന്ന് നിങ്ങൾ ഉറപ്പുവരുത്തും.
അപ്പോൾ ഇനി പറയുന്ന 2-3 സർട്ടിഫിക്കറ്റ്സ് ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം നിങ്ങളത് കൊടുക്കുക. 10ാമത് സ്കാൻ കോപ്പി ഓഫ് PWD സർട്ടിഫിക്കറ്റ്, അത് ഉള്ളവർക്കാണ് പറയുന്നത്. 11th വൺ സ്കാൻ കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസ്ലെക്സിയ, അതും ഉള്ളവർക്കാണ് ഇത് അപ്ലിക്കബിൾ. ഈ സ്കാൻഡ് കോപ്പി എല്ലാം PDF ഫോർമാറ്റിൽ വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. ഇനി അടുത്തത് 12th വൺ സ്കാൻഡ് കോപ്പി ഓഫ് വാലിഡ് ഫോട്ടോ ഐഡൻറ്റിറ്റി, അതായത് നിങ്ങളുടെ ID കാർഡ്, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ലൈസൻസ്, ആധാർ അല്ലെങ്കിൽ വോട്ടേഴ്സ് ID അങ്ങനത്തെ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ID കാർഡായിട്ട് ഇതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്ന ഏത് ID കാർഡാണോ ആ ID കാർഡ് ഒറിജിനൽ ആയിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറാൻ. ആ ID കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗേറ്റ് എക്സാമിന് അവർ എൻട്രി കിട്ടത്തില്ല. സപ്പോസ് നിങ്ങൾ എൻട്രി കിട്ടും. ഇനി ലാസ്റ്റ് വൺ 13th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽ ആണ്. പേയ്മെൻറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാം, ഡെബിറ്റ് കാർഡ് വഴി ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് വഴി ചെയ്യാം, അല്ലെങ്കിൽ UPI. ആ ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് അവസാനമായിട്ടുള്ളത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ രജിസ്ട്രേഷൻ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആണ് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ളത് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ് ഫോർ ആപ്ലിക്കേഷൻ നോക്കും. ഇനി നമുക്ക് എലിജിബിലിറ്റി നോക്കാം. എലിജിബിലിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗേറ്റ് എക്സാമിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതിനകത്ത് കാണാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ എ കാൻഡിഡേറ്റ് ഹു ഈസ് കറന്റ്ലി സ്റ്റഡിയിങ് ഇൻ ദ 3rd or higher years of any undergraduate degree program or has already completed any government approved degree program in engineering, technology, architecture, science, commerce and arts. ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് കറന്റ്ലി 3rd ഇയറിലോ 4th ഇയറിലോ പഠിക്കുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിഗ്രി, ഏതൊക്കെയാണ് എഞ്ചിനീയറിംഗോ ടെക്നോളജിയോ ആർക്കിടെക്ചറോ സയൻസോ കൊമേഴ്സോ ആർട്സോ ഇതിൽ കംപ്ലീറ്റ് ചെയ്തേക്കുന്ന ഡിഗ്രി ഉള്ളവർക്കും ഗേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇനി ഏജ് ക്രൈറ്റീരിയ പറയുവാണെങ്കിൽ ഗേറ്റ് 2021 അല്ലെങ്കിൽ ഏത് ഗേറ്റ് എക്സാം ആണെങ്കിലും ഏജ് ലിമിറ്റ് ഇല്ല. ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും ഈ ഒരു ഇപ്പോൾ പറഞ്ഞ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉള്ളവർക്ക്, അതായത് ഈ ഒരു നിങ്ങളുടെ ഡിഗ്രി ക്രൈറ്റീരിയ 3rd ഇയറോ 4th ഇയറോ പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കോ ഈ പറയുന്ന സ്ട്രീമിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കോ എക്സാമിന് അപ്പിയർ ചെയ്യാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് ഇല്ല. അപ്പോൾ ഇത്രയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പറയാനുള്ളത്. അടുത്തത് നമുക്ക് ഇപ്പോൾ ഇൻഫർമേഷൻ ബ്രോഷർ ആണെങ്കിൽ ഇൻഫർമേഷൻ ബ്രോഷറിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ഇൻഫർമേഷൻ ബ്രോഷർ ഡൗൺലോഡ് ചെയ്ത് അത് ഒന്ന് വായിക്കുക. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന മുമ്പ് ഇതെല്ലാവരും ഒന്ന് ചെയ്തേക്കുക. കാരണം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഗേറ്റ് 2021 ഇൻഫർമേഷൻ ബ്രോഷറിൻ്റെ ലിങ്കാണ്. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ കുറച്ചധികം പേജസ് ഉണ്ട്. നിങ്ങൾ സമയമെടുത്ത് വായിക്കുക, അല്ലെങ്കിൽ അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കി വെച്ചാലും മതി. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് ആണ്. ഇത്തവണത്തെ ഗേറ്റ് കണ്ടക്ട് ചെയ്യുന്ന IIT ബോംബെ ആണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അവർ പറയുന്നുണ്ട്. ഹൈലൈറ്റ്സ് ഓഫ് ഗേറ്റ് 2021, പാറ്റേൺ ഓഫ് എക്സാം സെക്കൻഡ് സെക്ഷനിലുണ്ട്. അടുത്തത് അങ്ങനെ ഓരോ ഡീറ്റെയിൽസും ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെക്സിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ടൈം എടുത്തിട്ട് നിങ്ങൾ വായിക്കുക. അടുത്തത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. ഗേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ എഴുതാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഏതൊക്കെയാണ്. അതായത് അപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുന്നത്, ഗേറ്റ് എക്സാമിന് അപ്ലിക്കേഷൻ പ്രോസസ്സ് ഓൺലൈൻ വഴി ഓപ്പൺ ആയിരിക്കുന്നത് 14th September 2020, അതായത് ഇന്നാണ് 14th September 2020 മൺഡേ. ഇന്ന് മുതൽ നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം. ഇനി ക്ലോസിംഗ് ഡേറ്റ് ഓഫ് റെഗുലർ ഓൺലൈൻ രജിസ്ട്രേഷൻ, അതായത് അപ്ലിക്കേഷൻ പോർട്ടൽ റെഗുലർ ബേസിൽ ക്ലോസ് ചെയ്യുന്നത് 30th September 2020, ഒരു വെനസ്ഡേ ആണ് 30th September 2020. അപ്പോൾ 14th September മുതൽ 13th September വരെ റെഗുലർ ബേസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി എൻഡ് ഓഫ് എക്സ്റ്റൻഡഡ് പീരീഡ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ വിത്ത് എ സ്പെസിഫൈഡ് ഫീ. അപ്പോൾ 30ാം തീയതി കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് ഒരു ഫൈനോട് കൂടി October 7 വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ 30th September അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു എമൗണ്ട് ഫൈൻ ഉൾപ്പെടെ നിങ്ങൾക്ക് 7th October 2020 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് ഫോർ ചേഞ്ച് ഓഫ് കാറ്റഗറി, പേപ്പർ ആൻഡ് എക്സാമിനേഷൻ സിറ്റി, അതായത് നിങ്ങൾ ഓൾറെഡി എൻ്റർ ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കോവിഡ് ക്രൈസ് കൊണ്ടോ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ പേപ്പർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എക്സാമിനേഷൻ സിറ്റി ചേഞ്ച് ചെയ്യണം, കാറ്റഗറി ചേഞ്ച് ചെയ്യണം, നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും. അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 30th November 2020 ആണ്. പക്ഷേ വിത്ത് ആൻ അഡീഷണൽ ഫീ. ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 30th September കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു അഡീഷണൽ ഫീ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് 13th November മുമ്പ് അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. അവൈലബിലിറ്റി ഓഫ് അഡ്മിറ്റ് കാർഡ് ഓൺ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വരുന്നത് 8th January 2021. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ ആ ലോഗിനിൽ ഉണ്ടാവും. ലോഗിനിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടാവും. അത് 8th January 2021 ഇനി ഗേറ്റ് എക്സാമിനേഷൻ്റെ ടൈമിങ്സും ഡേറ്റ്. ഗേറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് 5th, 6th, 7th, 12th, 13th, 14th February ആണ്. 5th, 6th, 7th, 12th, 13th and 14th February 2021 ഗേറ്റ് എക്സാം പല എക്സാംസും കണ്ടക്ട് ചെയ്യുന്നത്. ടൈമിംഗ് വരുന്നത് ഫോർനൂൺ സെഷൻ ആണെങ്കിൽ 9 AM to 12 PM, ആഫ്റ്റർനൂൺ സെഷൻ വരുന്നത് 3 PM to 6 PM. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡേറ്റിൽ ഇതിൽ ഏതെങ്കിലും ഒരു സെഷൻ ആയിരിക്കും നിങ്ങളുടെ എക്സാം വരുന്നത്. അനൗൺസ്മെൻറ്റ് ഓഫ് റിസൾട്ട് ഇൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ. നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ ലോഗിനിൽ തന്നെ പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്യുന്നത് 22nd March 2021. ഇത്രയും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇത്രയും ഡേറ്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുക.
പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കോവിഡ് ക്രൈസിസ് ഉള്ളതുകൊണ്ട് ഈ പറയുന്ന ഏതെങ്കിലും ഡേറ്റ് ഫർദർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ IIT ബോംബെ ഫിക്സ് ചെയ്തേക്കുന്ന ഡേറ്റുകളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അപ്പോൾ ഈ ഡേറ്റ് മാക്സിമം ഈ ഡേറ്റിൽ തന്നെ നിങ്ങളെല്ലാം പറയുന്ന റിക്വയർഡ് സ്റ്റെപ്സും മെഷേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഈ ഡേറ്റൊക്കെ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഗേറ്റിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ റിമൈൻഡർ ആക്കി ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വഴിയിൽ നിങ്ങൾക്ക് മിസ്സാവും. പിന്നെ പേടിക്കേണ്ട, ഗേറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറിലും നിങ്ങളുടെ മെയിൽ ഐ ഡിയിലും റെഗുലർലി വരും. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ മെയിൽ ഐ ഡിയും നിങ്ങളുടേതായിരിക്കണം, നിങ്ങൾ റെഗുലർലി യൂസ് ചെയ്തും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇനീഷ്യലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതായത് നമ്മൾ ഇൻഫർമേഷൻ പോർഷൻ്റെ അത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ അത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് ആ ഡോക്യുമെന്റ്സ് ഫോർ ആപ്ലിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഞാൻ പറഞ്ഞത് ഫോണിൽ നിങ്ങൾ ഒരു റിമൈൻഡർ ആക്കി ഇടുക. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾ ഏത് സ്ട്രീമിൽ നിന്നാണ് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ താഴത്തേക്ക് പോയാൽ ലോഗിൻ ഇഫ് ഓൾറെഡി രജിസ്റ്റേഡ്. കാരണം ഓൾറെഡി രജിസ്റ്റർ ചെയ്തേക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇനി എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ എൻറോൾമെൻറ്റ് ID അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്, പാസ്വേഡ് അത് നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ താഴെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ യൂസർ അല്ലെങ്കിൽ രജിസ്റ്റർ ഹിയർ, ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവരാണ്. അത് താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ചോദിക്കും, മിഡിൽ നെയിം ചോദിക്കും, സർ നെയിം ചോദിക്കും, കാൻഡിഡേറ്റ് നെയിം ചോദിക്കും. ഞാൻ ചുമ്മാ ഒരെണ്ണം കാണിച്ചു തരാം. ഇതിനകത്ത് എൻ്റെ പേര് ALEX അലക്സ്, മിഡിൽ നെയിം EHARUN, സർ നെയിമായിട്ട് ഇനീഷ്യൽ ഞാൻ കൊടുത്തു. അപ്പോൾ താഴെ നമ്മുടെ നെയിം ഓട്ടോമാറ്റിക്കലി വരും. ഇത് തന്നെയാണോ നിങ്ങളുടെ കറക്റ്റ് ഓട്ടോസ് IDയിലെ പേരെന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഓർഡർ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. കൺഫർമേഷൻ ആണെങ്കിൽ ഇവിടെ കൊടുക്കുക. ഇവിടെ താഴെ ഒരു നോട്ട് പറയുന്നുണ്ട്, എബോവ് നെയിം വിൽ അപ്പിയർ ഇൻ ദ ക്വാളിഫയിങ് സ്കോർ കാർഡ്, സോ അഡ്ജസ്റ്റ് അക്കോർഡിംഗ്ലി ആൻഡ് പ്രസ് കൺഫേം. ഞാൻ കൺഫേം ക്ലിക്ക് ചെയ്തു. ഓക്കെ, കൺഫേം ക്ലിക്ക് ചെയ്തു. ലോഡിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് അവർ പറയും, യുവർ നെയിം അലക്സ് BJ, ദിസ് നെയിം വിൽ അപ്പിയർ ഇൻ ഗേറ്റ് 2021 സ്കോർ കാർഡ്, പ്രസ് കണ്ടിന്യൂ ടു കൺഫേം ദ നെയിം. ഞാൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമ്മുടെ ഫർദർ ഡീറ്റെയിൽ വരും. ഓക്കെ, ഞാൻ നേരത്തെ വായിച്ച ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. ഇമെയിൽ അഡ്രസ് എൻ്റർ ചെയ്യുക, ഇമെയിൽ അഡ്രസ് ഒന്നുകൂടി കൺഫേം ചെയ്യുക, നിങ്ങളുടെ നാഷണാലിറ്റി ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ, മൊബൈൽ നമ്പർ കൊടുക്കുക, പിന്നെ മൊബൈൽ നമ്പർ ഒന്നുകൂടി റീ എൻ്റർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഈ ഒരു ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു അക്കൗണ്ട് ഗേറ്റ് 2021 അക്കൗണ്ടിൽ നിങ്ങൾ കൊടുക്കുന്ന പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക, പാസ്വേഡ് ഇവിടെ റീ എൻ്ററും ചെയ്യാം. പാസ്വേഡ് കൊടുക്കുക, പാസ്വേഡ് റീ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടി ലോഗ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും. സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഡിഗ്രി ഡീറ്റെയിൽസ് ആയിരിക്കും. തേർഡ് സ്റ്റെപ്പിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത നിങ്ങളുടെ അക്കൗണ്ട് ലോഗിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഗേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും ഡൗട്ട്സോ ക്യൂറീസോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഇനി സ്ഥിരമായിട്ട് സ്റ്റുഡൻസ് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് ഗേറ്റ് എക്സാം, എന്താണ് ഗേറ്റ് എക്സാം, ഗേറ്റ് എക്സാം എഴുതുന്നതുകൊണ്ട് ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് പ്രയോജനം. അപ്പോൾ ഞാൻ വളരെ ചുരുക്കം വേർഡ്സിൽ പറയാം. ഗേറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഗേറ്റിന്റെ ഫുൾ ഫോം തന്നെ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്നാണ്. ഇത് 100 മാർക്കിന്റെ 3 മണിക്കൂറിലുള്ള എക്സാമാണ്. 100 മാർക്സിന്റെ 3 hour എക്സാമാണ്. ഇപ്പൊ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ 85% മാർക്കും നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബാക്കി 15% മാർക്ക് ന്യൂമറിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി, ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പൊ ഈ 2021 സിലബസ് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂ സബ്ജക്ട് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാനൊരു അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഡീറ്റെയിൽഡ് സബ്ജക്ട്. പിന്നെ ഗേറ്റ് എക്സാം എഴുതിയത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, പ്രയോജനം എന്താണ്. ഇപ്പൊ നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ, ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് MTech അല്ലെങ്കിൽ PhDയിലേക്ക് പോകാൻ, ഹയർ എഡ്യൂക്കേഷന് പോകാൻ ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ പോസിബിൾ ആയിരിക്കും. അപ്പൊ ഗേറ്റ് സ്കോറിന്റെ മാർക്കിന്റെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നല്ല ഏറ്റവും കൂടുതൽ സ്കോർ ഉള്ളവർക്ക് IISc സെലക്ഷൻ കിട്ടും. അത് കഴിഞ്ഞാൽ IIT, NIT, പിന്നെ നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. ഇനി ഗേറ്റ് സ്കോറോടുകൂടി നിങ്ങൾ MTech പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ഉണ്ടാവും, ഗവൺമെന്റ് സ്റ്റൈഫൻഡ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 12,500 ആണ് കേരളത്തിൽ. ഇപ്പൊ MTech പഠിക്കുക, കേരളത്തിലല്ല, ഓൾ ഇന്ത്യ ലെവലില് ഗേറ്റ് സ്കോറോടുകൂടി നിങ്ങൾ MTech പഠിക്കുന്നുണ്ടെങ്കിൽ എവിടെ പഠിച്ചാലും IITസിലോ NITസിലോ ഗവൺമെന്റ് കോളേജസിലോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോ പഠിച്ചാലും നിങ്ങൾക്ക് സ്റ്റൈഫൻഡോട് മന്ത്ലി 12,500 rupees നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് PhDക്ക് പോകണമെങ്കിൽ
അവിടെയും നിങ്ങൾക്ക് ഗേറ്റ് സ്കോറോടുകൂടി പോവുകയാണെങ്കിൽ അഡ്മിഷൻ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് അതിനനുസരിച്ചുള്ള സ്റ്റൈഫൻഡ് കിട്ടും. അപ്പം ഇതാണ് സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് നിങ്ങളുടെ റിക്രൂട്ട്മെന്റിനെ ബേസ് ചെയ്ത്. ഇപ്പോൾ പബ്ലിക് സെക്ടറിലുള്ള പല റിക്രൂട്ട്മെന്റും ഇപ്പോൾ ഗേറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് സെലക്ഷൻ എടുക്കുന്നത്. അപ്പോൾ നല്ല ഗേറ്റ് സ്കോർ ഉള്ളവർക്ക് പബ്ലിക് സെക്ടറിലൊക്കെ കയറാനായിട്ടുള്ള ചാൻസസ് ഹൈ ആണ്. അതേപോലെ ഇപ്പോൾ ഒരുപാട് നല്ല കമ്പനീസ്, കോർ കമ്പനീസ് ഒക്കെ ഗേറ്റ് സ്കോർ വെച്ചിട്ടാണ് അവർ ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇത് കൂടും. അപ്പോൾ ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിലുള്ള ഉപയോഗങ്ങൾ നിങ്ങൾക്ക് സ്റ്റഡീസിന് മാത്രമല്ല നിങ്ങളുടെ കരിയർ എടുക്കുന്നതിൽ നിങ്ങൾക്ക് പറ്റും. അതേപോലെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഗേറ്റ് സ്കോർ കാർഡിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 3 years ആണ്. അതായത് നിങ്ങൾക്ക് റിസൾട്ട് വന്ന ഡേറ്റ് മുതൽ 3 year നിങ്ങളുടെ ഗേറ്റ് സ്കോർ കാർഡിന് വാലിഡിറ്റി ആവും. ഇപ്പൊ നിങ്ങൾ ഗേറ്റ് ക്ലിയർ ചെയ്തൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളുടെ ഗേറ്റ് സ്കോറിന് 3 year വാലിഡിറ്റി ഉണ്ട്. അപ്പൊ ഈ 3 yearന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അഡ്മിഷൻ പ്രോസസ് എംടെക് PhD അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് ആ സ്കോർ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഗേറ്റ് 2021 അതിനെപ്പറ്റി നമുക്ക് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇപ്പൊ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്ലൈ ചെയ്യേണ്ട രീതിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഡോക്യുമെന്റ്സും ഗേറ്റിനെ പറ്റിയുള്ള ജനറൽ ഡീറ്റെയിൽസുമാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാം. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സിവിൽ എഞ്ചിനീയറിംഗിനെ ബേസ് ചെയ്തിട്ട്, ഗേറ്റ് സിവിൽ എഞ്ചിനീയറിംഗിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഗേറ്റിന്റെ സിലബസും എക്സാം പാറ്റേണും മാർക്ക് ക്രൈറ്റീരിയാസും ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.